അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു വടേൻ്റെ റെസിപ്പിയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വടയാണ്. ഇത് ഞാൻ അവിൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിൽ 2 കപ്പ് അവിൽ ഒരു ഇച്ചിരി നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഒരു 5 മിനിറ്റോളം കേട്ടോ. ഒരു 5 മിനിറ്റോളം 2 കപ്പ് അവിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്താ ഇനി ഇതിൽ നമുക്ക് വെള്ളം ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കണം കേട്ടോ. ഇതാട്ടോ അവിലിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഈ രൂപത്തിലായിട്ടോ. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കേട്ടോ അരിഞ്ഞത്, 1 ടീസ്പൂണോളം ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ജീരകം, ചെറിയ ജീരകം. ഇതെല്ലാം കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഒരു സെമി തിക്ക് ബാറ്ററി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുമിച്ച് കണ്ടിടരുത്, കുറേശ്ശെ ഇട്ടൊന്ന് കുഴച്ചെടുക്കാതെ. എന്നിട്ട് ഈ ഒരു പരുവം വരെ കേട്ടോ കയ്യിൽ വെച്ച് നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റണം. ഈ ഒരു പരുവം വരെ. ഇതിൽ ഞാൻ ഇച്ചിരി കരിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് വീടെടുക്കാൻ വിട്ടുപോയി. ഒരു തണ്ട് കരിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. 1 കപ്പ് തൈരിന്ന് ഒരു പകുതിയോളം വേണ്ടി വന്നോളും, ബാക്കി പകുതിയെ ഞാൻ യൂസ് ചെയ്തോളൂ. 1 കപ്പ് തൈരിന്ന്. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി കയ്യിലൊരു ഇച്ചിരി വെള്ളമാക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കുക. അതിൻ്റെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് കൈ കൊണ്ട് വിരലുകൊണ്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മൾ മെതുവടല്ലേ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കണേ. അപ്പോൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ നടുക്ക്. ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഫിനിഷിങ്ങിന് ഹോളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതാട്ടോ എല്ലാം ഞാനങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു. ഇതിനി നമുക്ക് ചൂടുള്ള എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസിലൊരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ഇതിലിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. തീ സിമ്മിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അവിലല്ലേ, തീ സിമ്മിലാക്കി നമുക്ക് സാവകാശം ഓരോന്ന് ഇതിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് ഇത് മറിച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഇനി എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കാം. ആയിട്ടുണ്ട് ഇട്ടത് നമുക്കിനി ഇതിന് കോരിയെടുക്കാം. ഇതേ രീതിയിൽ എല്ലാം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിൽ വട. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വടയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.